തുണി വിരിക്കാനായിട്ട് മുകളിൽ കയറിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ വണ്ടി നിങ്ങൾ രാവിലെ എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി നമ്മളുടെ സൈലൻസറിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നത് ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് കണ്ടൻസേഷൻ എന്നാണ്. ഇപ്പോൾ പെട്രോൾ കൊണ്ട് ആയിക്കോട്ടെ, ഡീസൽ കൊണ്ട് ആയിക്കോട്ടെ, എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വാട്ടർ വേപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ജലവാതകം ഉണ്ടാകും. അപ്പോൾ നമ്മൾ രാവിലെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വണ്ടി രാവിലെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടി ഫുള്ള് ഇങ്ങനെ തണുത്തിരിക്കുകയായിരിക്കും, സൈലൻസറൊക്കെ തണുത്തിരിക്കുകയായിരിക്കും. ആ ഒരു ടൈമിൽ ഈ വാട്ടർ വേപ്പറൊക്കെ തണുത്ത് വെള്ളമായിട്ട് മാറിയിട്ട് നമ്മുടെ സൈലൻസറിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ആക്ച്വലി കംപ്രഷൻ നല്ല രീതിയിൽ നമ്മുടെ എഞ്ചിനിൽ നടക്കുന്നതുകൊണ്ടിട്ട് ആണ് അങ്ങനെ വരുന്നത്. അന്ന് നല്ലൊരു അടയാളമാണ് ആക്ച്വലി ഇങ്ങനെ ഈ ഒരു സൈലൻസറിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ വൈറ്റ് സ്മോക്കും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ പല ആൾക്കാരും ഇതിന് പല അഭിപ്രായങ്ങളും പറയുന്നത് കംപ്ലൈൻ്റ് ആണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതറിയില്ലാത്തവരാരെങ്കിലും തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം ഇതാണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.